ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പൊ എനിക്കറിയാം എല്ലാവരും എക്സാമിനുള്ള ലാസ്റ്റ് പ്രിപ്പറേഷനിലായിരിക്കും. ഫെബ്രുവരി 22-ാം തീയതിയാണ് എക്സാം. എല്ലാവരും റിവിഷനിലായിരിക്കും, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അങ്ങനെ പല കാറ്റഗറീസിലുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. സോ ഇനിയുള്ള ദിവസം ഉറപ്പായിട്ടും നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നോക്കണം. കാരണം അത് നോക്കിയാൽ മാത്രമാണ് നമുക്ക് ഏതാണ് ഫോക്കസ് ഏരിയ, അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊരു ഐഡിയ കിട്ടുള്ളൂ. കാരണം നമ്മളിപ്പോ ഇമ്പോർട്ടന്റ് ആണെന്ന് വിചാരിക്കുന്ന ഏരിയ തന്നെയാണോ ഇമ്പോർട്ടന്റ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം, അല്ലെ? അപ്പൊ അതിനായിട്ട് ഉറപ്പായിട്ടും നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കേണ്ടതായിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയില് പോളിസീസ് ഓഫ് എഡ്യൂക്കേഷൻ, അതായത് ഹിസ്റ്ററി ആൻഡ് പോളിസീസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള യൂണിറ്റ് 4-ലെ മൊഡ്യൂൾ 4, അല്ലെ? യൂണിറ്റ് 4-ലെ മൊഡ്യൂൾ 4 സെറ്റ് ജനറൽ പേപ്പറിൽ വരുന്ന യൂണിറ്റ് 4-ൽ വരുന്ന മൊഡ്യൂൾ 4-ലെ ടോപ്പിക് ആണ് പോളിസീസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഇപ്പൊ നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതിൽ SSA ഉണ്ട്, RMSA ഉണ്ട്, ആൻഡ് ഹിസ്റ്ററി ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്. അപ്പൊ അതിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. RTE ആക്ട് ഉണ്ട്, അല്ലെ? NCERT, SCERT, ഡയറ്റ്, അങ്ങനെ UGC, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിറഞ്ഞ ഒരു മൊഡ്യൂൾ ആണ് ഹിസ്റ്ററി ആൻഡ് പോളിസീസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇതിൽ വരുന്ന ഒരു 10 PYQ ആണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, 10 പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. സോ ഈ ക്വസ്റ്റൻസിൽ ഏതൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊരു കാര്യം ചെക്ക് ചെയ്യുക ആൻഡ് നോക്കുക. മറക്കണ്ട, താഴെ കമന്റും കൂടെ ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. ആൻഡ് എപ്പോഴും ഉള്ളതുപോലെ തന്നെ അവസാന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ളതായിരിക്കും. ഓക്കെ, അവസാനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടതായിരിക്കും. സോ അതിനും കൂടെ വെയിറ്റ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: എ മൊബൈൽ ആപ്പ് ആൻഡ് വെബ്സൈറ്റ് പോർട്ടൽ ഫ്രം വേർ യു ക്യാൻ ഡൗൺലോഡ് ഓൾ ബുക്സ് ഓഫ് NCERT ഫോർ ഫ്രീ. അപ്പൊ ഇതിൽ വരുന്ന ഒരു ടോപ്പിക് ആണ് നമ്മുടെ NCERT എന്ന് പറയുന്നത്, അല്ലെ? പക്ഷെ NCERT-ൽ നമ്മൾ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് NCERT എസ്റ്റാബ്ലിഷ് ഓൺ 1961, അതുപോലെ NCERT-ന്റെ ഫുൾ ഫോം നമുക്കറിയാം, അല്ലെ? ദെൻ NCERT-ന്റെ ഫീച്ചേഴ്സ്, അതായത് എന്തൊക്കെയാണ് സ്കൂൾ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ഫൈൻ. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണോ? അല്ല, അങ്ങനെയല്ല ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി പഠിക്കേണ്ട ഒരു ആവശ്യകത വരുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? എ മൊബൈൽ ആപ്പ് ആൻഡ് വെബ്സൈറ്റ് പോർട്ടൽ ഫ്രം വേർ യു ക്യാൻ ഡൗൺലോഡ് ഓൾ ബുക്സ് ഓഫ് NCERT ഫോർ ഫ്രീ ആൻഡ് വി ഹാവ് 4 ഓപ്ഷൻ: ഇ പുസ്തക്, ഉഡാൻ, swayam.com, ഇ പാഠശാല. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ D ആണ്, ദാറ്റ് ഈസ് ഇ പാഠശാല. ഓക്കെ, ഇ പാഠശാലയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എല്ലാ ഓപ്ഷൻസും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്മളിവിടെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഓപ്ഷൻസും കൂടെ നോക്കുക. എന്താണ് ഈ പുസ്തക്, അതുപോലെ ഉഡാൻ, swayam.com ഒക്കെ നിങ്ങൾക്ക് അറിയുമായിരിക്കും, അല്ലെ? സ്വയം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം സ്വയത്തിൽ നമുക്ക് ഒരുപാട് കോഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സ്വയത്തിൽ നമ്മൾ കോഴ്സ് ചെയ്യാറുണ്ട്. അതിൽ തന്നെ എന്തുണ്ട്, ഡിസ്കഷൻ ഫോറം ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിൽ ക്വിസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യമാണ് നമ്മുടെ സ്വയം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടിയോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് SCERT-ന്റെ ഫംഗ്ഷൻ അല്ലാത്തത്. അപ്പൊ ഇതൊക്കെ എല്ലാവരും മെയിൻലി പഠിക്കുന്ന കാര്യമാണ്. കാരണം SCERT പഠിക്കുമ്പോൾ അതിന് എന്തായാലും അതിന്റെ ഫംഗ്ഷൻസും പഠിക്കും. സോ അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. നോക്കിയേ: റെക്കമെൻഡിങ് ഓൺ ദ ഫണ്ടിങ് പോളിസീസ് ഫോർ എഡ്യൂക്കേഷൻ, പ്രിപ്പറേഷൻ ഓഫ് ടെക്സ്റ്റ് ബുക്ക്, ഡെവലപ്പിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം, കണ്ടക്ടിങ് ഇൻ സർവീസ് പ്രോഗ്രാം ഫോർ ടീച്ചേഴ്സ്. അപ്പൊ ഇവിടെ നമുക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളത് പ്രിപ്പറേഷൻ ഓഫ് ടെക്സ്റ്റ് ബുക്ക് എന്തായാലും ആണെന്നറിയാം, അല്ലെ? അപ്പൊ അതുകൊണ്ട് അതല്ല. കാരണം ഈസ് നോട്ട് എ ഫംഗ്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഈസ് നോട്ട് എ ഫംഗ്ഷൻ. പെട്ടെന്ന് നോക്കുന്ന സമയത്ത് പ്രിപ്പറേഷൻ ഓഫ് ടെക്സ്റ്റ് ബുക്ക് എന്ന് കണ്ട ചിലപ്പോൾ അത് മാത്രമായിരിക്കും നമുക്ക് SCERT ആയിട്ട് ബേസ് ചെയ്ത് അറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ നമ്മുടെ ടെൻഡൻസി എന്തായിരിക്കും? ഓപ്ഷൻ B ചൂസ് ചെയ്യാനായിരിക്കും. ഈ നോട്ടൊന്നും നമ്മൾ കാണുക പോലും ഇല്ല. പക്ഷെ അതല്ല, നോട്ട് എ ഫംഗ്ഷൻ ആണ്. സോ പ്രിപ്പറേഷൻ ഓഫ് ടെക്സ്റ്റ് ബുക്ക് അതിന്റെ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അത് ആൻസർ ആയിട്ട് വരില്ല. ഇനി കണ്ടക്ടിങ് ഇൻ സർവീസ് പ്രോഗ്രാം ഫോർ ടീച്ചേഴ്സ്, അതും SCERT-ൽ വരുന്നതാണെന്ന് അറിയാം. സോ അതും ഇതിൽ ആൻസർ ആയിട്ട് വരില്ല. ഇനി ഒരു ഡൗട്ട് ഉണ്ടാവുക, ഡെവലപ്പിംഗ് ഇൻഫർമേഷൻ സിസ്റ്റംസ് ആണോ അല്ലെങ്കിൽ റെക്കമെൻഡിങ് ഓൺ ദ ഫണ്ടിങ് പോളിസീസ് ഫോർ എഡ്യൂക്കേഷൻ ആണോ എന്നുള്ളതാണ്. പക്ഷെ ഇതിന്റെ ഫുൾ ഫോം നോക്കിയാൽ മതി. എന്താണ് SCERT-ന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്? സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആണ്, അല്ലെ? റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആണ്. അതായത് പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നു എന്ന് പറയുമ്പോൾ ഡെവലപ്പിംഗ് ഇൻഫർമേഷൻ സിസ്റ്റംസ് എന്ന് പറയുന്നതും SCERT-ന്റെ ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതും എന്ത് വരില്ല, നോട്ട് എ ഫംഗ്ഷൻ ആയിട്ട് വരില്ല. സോ ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഈസ് ഓപ്ഷൻ A, ദാറ്റ് ഈസ് റെക്കമെൻഡിങ് ഓൺ ദ ഫണ്ടിങ് പോളിസീസ് ഫോർ എഡ്യൂക്കേഷൻ. ക്ലിയർ ആണല്ലോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
In 1962, UNESCO established the Asian Regional Center for Educational Planning and Administrators. Now it is known as, we have 4 options: National Council for Educational Research and Training, that is NCRT, National University of Educational Planning and Administration, that is NUPA, Asian Institute of Educational Planning and Administration, that is AIEPA, then NCTE, that is National Council for Teacher Education. അപ്പൊ ഏതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അതായത് നമ്മുടെ യുനെസ്കോ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഏഷ്യൻ റീജിയണൽ സെന്റർ ഫോർ എഡ്യൂക്കേഷണൽ പ്ലാനേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഇപ്പോഴുള്ള പേരാണ് എന്തെന്ന് പറയുന്നത്? ന്യൂപ്പ എന്ന് പറയുന്നത്. അപ്പൊ അതിന് വീണ്ടും പേര് മാറ്റിയിട്ടുണ്ട് അല്ലെ? വീണ്ടും പേര് മാറ്റി എന്താക്കി മാറ്റി? NIE. ഓക്കെ, ന്യൂപ്പ ആയിരുന്നു. സോ NIEPA, ദാറ്റ് ഈസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളൊരു പേരാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അതിന്റെ ജസ്റ്റ് ചെറിയൊരു എക്സ്പ്ലനേഷൻ ആണ്. നമുക്കറിയാം ആദ്യത്തെ NCERT ആയിരുന്നു ഓപ്ഷൻ അല്ലെ? അപ്പൊ NCERT 1961 വന്നത്. India Advice on Policies and Programs for Quality Improvement in School Education. It is a different organization from the one in the question. അതായത് ഈ ക്വസ്റ്റ്യൻ ആയിട്ട് ബന്ധമില്ല എന്നാണ് പറയുന്നത്. ഇനി C, Asian Institute of Educational Planning and Administration, AIEPA. This was a previous name of the institution used from 1965. 1965 എന്ത് ഈ ഒരു പേരെന്ന് പറയുന്നത്? അതായത് ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ NCTയും നമുക്കറിയാം. NCTയും അതുപോലെ NCFTയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട 2 കാര്യങ്ങളാണ്. NCT എന്തായിരുന്നു? നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണ്. 17th August 1995 NCT എസ്റ്റാബ്ലിഷ്ഡ് ആയത്. അതിന്റെ അണ്ടറിൽ വരുന്ന ഒരു കാര്യമാണ് NCFT അല്ലെ? നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. അത് വരുന്നത് 2009 അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. സെലക്ട് ദ റൈറ്റ് ചോയ്സ് ഇൻ ദ ഓർഡർ ഓഫ് ക്രോണോളജി ഓഫ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ സ്കീം. അപ്പൊ ഇവിടുത്തെ നമ്മുടെ ഒരു ടാസ്ക് എന്താന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാത്തിനും നമുക്ക് ഇയർ അറിയണം. ഇയർ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ചെറിയൊരു ഗസ് ഒക്കെ വേണമെങ്കിൽ നടത്താം. കാരണം ഇവിടെ റൂസയാണ് ഏറ്റവും ലാസ്റ്റ് അല്ലെ? 2013 റൂസ വന്നത്. സോ റൂസ ഏറ്റവും ലാസ്റ്റ് ആണെന്നുള്ളത് അറിയാം. കാരണം എല്ലാത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? അത് വരുന്നുണ്ട്. ദെൻ DPP ആണ് ആദ്യം വന്നത് എന്നറിയുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആൻസർ ചെയ്യാൻ പറ്റില്ല. കാരണം DPP ഫസ്റ്റും റൂസ ലാസ്റ്റും വരുന്ന ഓപ്ഷൻ ഏതൊക്കെ ഉണ്ട്? 2 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ഉണ്ട്, ഓപ്ഷൻ ബി ഉണ്ട്. സോ SSC 2001 വന്നത് എന്നറിയുന്ന ഒരു കുട്ടിക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്നുള്ളത്. DPP, SSA, RTE, റൂസ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതിന്റെ ഇയറും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. DPEPന്റെ ഫുൾ ഫോം പഠിക്കണം. ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം ലോഞ്ച്ഡ് ഇൻ 1994. 1994 DPEP ലോഞ്ച് ചെയ്തത്. ദെൻ SSA, സർവശിക്ഷ അഭിയാൻ, എപ്പോഴാണ്? 2002, 2001. സോ 2001 അപ്രൂവ് ചെയ്തത്. ഇനി RTE ആക്ട് അല്ലെ? റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട്, RTE ആക്ട്. അത് enacted on August 4, 2009 and came into force on April 1st, 2010. ക്ലിയർ ആണല്ലോ? ഇത് നന്നായിട്ട് പഠിക്കണം. അതായത് അത് ഇനാക്ട് ചെയ്ത് അതായത് വന്നത് August 4, 2009 and came into force on, നിലവിൽ വന്നത് എപ്പോഴാണ്? April 1st, 2010 ക്ലിയർ ആണല്ലോ? ഇനി റൂസ വന്നത് 2013 രാഷ്ട്രീയ ഉച്ചതാ ശിക്ഷ അഭിയാൻ റിലേറ്റഡ് ടു ഹയർ എഡ്യൂക്കേഷൻ, ക്വാളിറ്റി എൻഹാൻസ്മെന്റ് ഓഫ് ദ ഹയർ എഡ്യൂക്കേഷൻ. അതാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് UGC. അപ്പൊ പോളിസീസ് ഓഫ് എഡ്യൂക്കേഷനിൽ വരുന്ന അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് UGC എന്ന് പറയുന്നത്, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ. നോക്കിക്കേ, ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ ഇതില് 2 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അതില് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി? നമ്മൾ സാധാരണ സ്റ്റേറ്റ്മെന്റ് 1, 2 എന്ന് പറയുന്ന പോലെ 2 കാര്യങ്ങൾ തന്നു. അതിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് വൺ ഇതാണ്, UGC പ്രൊവൈഡ്സ് ഫണ്ട് ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. വളരെ സിമ്പിൾ അല്ലെ?
കാരണം UGC എന്ന് പറഞ്ഞ് നമുക്ക് അറിയുന്ന ഒരു മെയിൻ ആയിട്ട് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് UGC എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ ആണെന്നുള്ളത്. അത് അറിയാത്തൊരു സ്റ്റുഡന്റ് എന്തായാലും ഉണ്ടാവില്ല. പിന്നെ UGC കോർഡിനേറ്റ്സ് ആൻഡ് ഡിറ്റർമിൻസ് ദ സ്റ്റാൻഡേർഡ്സ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. ഇതായിരിക്കും പലർക്കും ഡൗട്ട്. കാരണം നമ്മുടെ വിചാരം UGC എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ ആയതുകൊണ്ട് ഫണ്ട് കൊടുക്കൽ പരിപാടി മാത്രമാണ് UGCക്ക് എന്നായിരിക്കും പലരും വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷെ അത് തെറ്റാണ്. കാരണം UGC എന്ന് പറയുമ്പോൾ ഡിറ്റർമിൻസ് ദ സ്റ്റാൻഡേർഡ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. അതായത് അതിന്റെ ക്വാളിറ്റിയും കൂടെ അവിടെ നോക്കുന്നുണ്ട്. അതായത് ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹയർ എഡ്യൂക്കേഷന്റെ പൊതുവെ ഉള്ള കാര്യങ്ങളെല്ലാം UGC എന്ത് ചെയ്യുന്നുണ്ട്, കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. സോ എയും ബിയും ഇവിടെ കറക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ബോത്ത് A and B ആർ ട്രൂ. ദാറ്റ് ഈസ് ഓപ്ഷൻ 4 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. അത് ഉറപ്പിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, സ്കിപ്പ് ചെയ്യാതെ പഠിക്കണം. സാധാരണ എനിക്ക് തോന്നുന്നു കുറെ സ്റ്റുഡൻസ് ഈ പോളിസീസ് ഓഫ് എഡ്യൂക്കേഷൻ സ്കിപ്പ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. പക്ഷെ നമ്മുടെ സെറ്റ് ജനറൽ പേപ്പറിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് പോളിസീസ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ അല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഏരിയ തന്നെ എടുത്തത്. സോ എല്ലാവരും എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ വാസ് പ്രൊമൾഗേറ്റഡ് ഇൻ ദ ഇയർ. ഏത് ഇയറിലാണ് ഫസ്റ്റ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ വന്നത്? അതും എനിക്ക് തോന്നുന്നു അത് കുറച്ചു പേർക്കൊക്കെ അറിയുമായിരിക്കും. പക്ഷെ കുറച്ചു പേർക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉള്ള ഒരു ഏരിയ ആണ്. അതായത് 86 ആണോ 68 ആണോ എന്നുള്ളൊരു ഡൗട്ട് ആയിരിക്കും നിങ്ങൾക്ക് പലർക്കും വരിക അല്ലെ. പക്ഷെ ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി 1968 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ജസ്റ്റ് ഓർഡർ പറഞ്ഞുതരാം. ആദ്യത്തെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ വന്നത് 1968 ഒന്നാമത്തെ. രണ്ടാമത് 1986 വന്നത്. മൂന്നാമത് ഇതിന്റെ ബാലൻസ് ആയിട്ട്, അതായത് 1986 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ വന്നു. അതിനുശേഷം പ്രോഗ്രാം ഓഫ് ആക്ഷൻ ആണ് 1992 വന്നത്. അതായത് 1986 കൊടുത്ത റെക്കമെൻഡേഷൻസ് ഉണ്ടല്ലോ, സോ അതിനേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടാണ് പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992 വന്നത്. പിന്നെയാണ് നമ്മുടെ NEP 2020 വന്നത്. സോ ഈ 4 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നും ചോദിക്കാറുണ്ട്. ഇപ്പൊ 1986 ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, 1986 ബന്ധപ്പെട്ട് വരാറുണ്ട്. അപ്പൊ അത് എന്തായാലും നന്നായിട്ട് പഠിക്കണം. 1916 കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത് 1986 എന്ന് വെച്ച് 68 പഠിക്കേണ്ട, 86 മാത്രം പഠിച്ചാൽ മതി എന്നല്ല. ഇത് കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്ത് എന്ത് ചെയ്യണം, പഠിക്കണം. കാരണം അത് സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്യാന്ന് വിചാരിക്കണമെങ്കിൽ സ്കിപ്പ് ചെയ്യരുത് എന്നുള്ള രീതിയിലാണ് ഞാൻ അത് പറഞ്ഞത്. പിന്നെ നമ്മുടെ കോത്താരി കമ്മീഷൻ ഉണ്ട്. സോ കോത്താരി കമ്മീഷൻ വന്നതിന് ശേഷം, കോത്താരി കമ്മീഷൻ നമുക്കറിയാം 1964 to 66 ആ ഒരു സമയത്താണ് വന്നത് അല്ലെ. അപ്പൊ അതിനുശേഷം വന്നൊരു അതിന്റെ റെക്കമെൻഡേഷനിൽ വന്നൊരു പോളിസിയാണ് 1968 വന്ന നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1968 എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ്. ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ അല്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാത്ത സ്റ്റുഡൻസിന് അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആയിരിക്കും. കാരണം കാര്യം സിമ്പിൾ ആണെങ്കിലും ഓപ്ഷൻസ് കാണുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ തോന്നുന്ന ഒരു കാര്യമായിരിക്കും. ശ്രദ്ധിച്ചേ. കൺസിഡർ ദ ഫോളോയിങ്. 1 സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി, ഇത്രയേ ഉള്ളൂ. ആൻഡ് 2 ഫ്രീ യൂണിഫോം, ഫ്രീ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് മിഡ് ഡേ മീൽ ഫോർ സ്റ്റുഡൻസ്. ഇതാണ്. ഓക്കെ, ഇനി ഓപ്ഷൻ ഇതാണ്. ഓപ്ഷൻ എ, 2 ഈസ് ദ കോസ്റ്റ് ആൻഡ് 1 ഈസ് ദ എഫക്ട്. 1 is the cause and 2 is the effect. Variety അല്ലേ? ഇനി 1 and 2 have no cause effect relationship but they are related. ഇനി 1 and 2 have no cause effect relationship and are not related at all. കണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് ഓപ്ഷൻസ്. ഇതിപ്പോ നമുക്ക് കാണുമ്പോൾ വളരെ ഈസി. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി നമുക്കറിയാം, ഈ ഫ്രീ ടെക്സ്റ്റ് ബുക്ക്, മിഡ് ഡേ മീൽ സ്കീം ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയി തോന്നും. പക്ഷെ ഇതാണ് ഓപ്ഷൻസ്. ഇതിൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? ഏതായിരിക്കും നിങ്ങൾ ഇതിൽ ചൂസ് ചെയ്യുക? ഒരെണ്ണം കോസ് ആണ്, ഒരെണ്ണം എഫക്റ്റ് ആണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ഒരു കോസും ഫ്രീ യൂണിഫോം, ഫ്രീ ടെക്സ്റ്റ് ബുക്ക് എന്നൊരു എഫക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. കാരണം അത് എന്തായാലും തോന്നാൻ ചാൻസ് ഇല്ല. പിന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഓപ്ഷൻ ചിലപ്പോൾ ഇതായിരിക്കും, 1 and 2 have no cause effect relationship and are not related at all എന്നുള്ളത്. പക്ഷെ അത് തെറ്റാണ്. കാരണം ഇത് നമ്മൾ ആക്ച്വലി കോസ് ആൻഡ് എഫക്റ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും അത് റിലേറ്റഡ് ആണ്. കാരണം 2 സ്കൂളിൽ വരുന്നതാണ്. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി
അപ്പൊ അവര് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നതല്ല, അവരിലൂടെ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഫ്രീ യൂണിഫോം, ഫ്രീ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് മിഡ് ഡേ മീൽ സ്കീം ഫോർ സ്റ്റുഡൻസ് ഒക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ കോസ് എഫക്ട് റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലെങ്കിൽ പോലും അത് റിലേറ്റഡ് ആണ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ഏതാണ് കോസ് ഏതാണ് എഫക്ട്. ചിലപ്പോൾ നമ്മുടെ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ഇല്ലേ, ഏകദേശം അതുപോലെ തന്നെയാണ്. ഇപ്പൊ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഒരു 2 സ്റ്റേറ്റ്മെന്റ് തരും, അതിൽ അസേർഷൻ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. സോ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ്, അതായത് ബിക്കോസ് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ച് ഒരു ബിക്കോസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കണക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ എക്സ്പ്ലനേഷൻ ആണ്, അതായത് അസേർഷന്റെ പ്രോപ്പർ എക്സ്പ്ലനേഷൻ ആണ് റീസൺ എന്ന് നമുക്ക് പറയാം. പക്ഷെ ഇവിടെ അതല്ല, ഇവിടെ കോസും എഫക്റ്റ് ആണ്, അതായത് ഒരു കാരണവും അതിന്റെ റിസൾട്ടും അല്ലെ. ഒരു കാരണം, അതാണ് കോസ് ആൻഡ് എഫക്റ്റ്. അപ്പൊ ഒന്നൊന്നിന്റെ കോസ് ആണ് എന്ന് നമുക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ 1 or 2 ഒക്കെ ചൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് റിലേറ്റഡ് ആണോ അല്ലേ എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് NCERT ആർ ട്രൂ? NCERT is an autonomous organization. NCERT controls the entire school system in India. NCERT acts as a nodal agency for achieving the goals of universalization of elementary education. Okay, അതായത് NCERT act as a nodal agency for achieving the goals of universalization of elementary education. 3 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. And we have 4 options, that is 1 and 3 are true, 1 and 2 are true, 2 and 3 are true, all are true. ഇതാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ NCERT ഒരു ഓട്ടോണമസ് ഓർഗനൈസേഷൻ ആണെന്ന് ചോദിച്ചാൽ ആണ്, അപ്പൊ അത് നമുക്കറിയാം. Then NCERT controls the entire school system in India. Entire school system in India എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റില്ല. NCERT control the school system in India എന്ന് പറഞ്ഞാൽ കൂടെ കുഴപ്പമില്ല, പക്ഷെ entire school system എന്ന് പറയുമ്പോൾ അത് തെറ്റാണ്. ഇനി NCERT act as a nodal agency for achieving the goals of universalization of elementary education. അപ്പൊ അതിലൊരു പങ്ക് വഹിക്കുന്നുണ്ട് അല്ലെ, അതായത് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷനിൽ തീർച്ചയായിട്ടും NCERTക്ക് ഒരു പങ്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 3 ശരിയാണ്. സോ 1 and 3 are true, that is ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് വായിക്കുക. നമുക്ക് എലിമിനേഷൻ ചെയ്യാൻ, ഇപ്പൊ 2 ഇല്ലാത്ത ഓപ്ഷൻ എന്ന് പറയുമ്പോൾ 2 ഇല്ലാത്ത ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ, അങ്ങനെയും ചിന്തിക്കാട്ടോ. അതായത് 2 വരില്ല എന്നറിയുമ്പോൾ നമുക്ക് 1 ഉം 2 ഉം ശരിയാണോ തെറ്റാണോ എന്ന് പോലും നോക്കേണ്ട ആവശ്യമില്ല. കാരണം 2 ഇല്ലാത്ത ഓപ്ഷനിൽ ഏതും ഇല്ല, ആകെ 1 മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ കുറച്ച് ട്രിക്സ് ഒക്കെ യൂസ് ചെയ്താലേ ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അത്രയും പഠിപ്പിച്ച സ്റ്റുഡൻസ് ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് കുറച്ച് ട്രിക്സും ടിപ്പൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം അറ്റൻഡ് ചെയ്യുക. ടെൻഷനൊക്കെ ഒഴിവാക്കിയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ, 1968 ആയിട്ടും 1986 ആയിട്ടും ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. 2 വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കിയേ, നാഷണൽ പോളിസി ഇൻ എഡ്യൂക്കേഷൻ 1968 recommended common school system. Then national policy in education 1986 recommended to introduce yoga in all schools. ഇതാണ് 2 കാര്യങ്ങൾ. അപ്പൊ ഇതിൽ ഒന്നാമത്തെ നിങ്ങൾക്ക് എന്തായാലും അറിയായിരിക്കും, കാരണം കോമൺ സ്കൂൾ സിസ്റ്റം നമ്മുടെ കൊത്താരി കമ്മീഷനിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്, 10+2+3 എന്നുള്ളൊരു പാറ്റേൺ അല്ലെ. അപ്പൊ അത് നിങ്ങൾക്ക് അറിയായിരിക്കും, അത് ശരിയാണെന്നുള്ളത്. ഇനി നാഷണൽ പോളിസി ഇൻ എഡ്യൂക്കേഷൻ 1986 recommended to introduce yoga in all schools. അതും എന്താണ്, ശരിയാണ്. അപ്പൊ 1ഉം 2ഉം ശരി എന്ന് പറയുമ്പോൾ 1 and 2 are true, that is ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആണല്ലോ? ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ളതാണ്. ജസ്റ്റ് ഞാൻ വായിച്ചു തരാം. 86 ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ് ഹാവ് ബീൻ സജസ്റ്റഡ് ഫോർ ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, ദാറ്റ് ഈസ് ഡയറ്റ് ആണ്, ഇൻ പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1986. ക്ലിയർ ആണല്ലോ? ഡയറ്റിന്റെ ആണ്. പ്രീ സർവീസ് ആൻഡ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ഓഫ് ടീച്ചേഴ്സ് ഫോർ ഫോർമൽ സ്കൂൾ സിസ്റ്റം, training and orientation of heads of institution in institutional planning and management, orientation of community leaders, functionaries of voluntary organization influencing school level education, in service education of secondary school teachers, action research and experimentation. ഇത്രയുമാണ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ, ബി, സി ആൻഡ് ഡി ഉണ്ട്.
അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഇതിന്റെ ആൻസർ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ സെഷൻ യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ അതും കൂടെ ഒന്ന് താഴെ കമന്റ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ തന്നെ കമന്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഇമ്പോർട്ടൻസ് വളരെയധികം ഉള്ളൊരു ദിവസങ്ങളാണ് ഇനി. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കണ്ടന്റ് നന്നായിട്ട് പഠിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സാധിക്കില്ല അല്ലെ. അപ്പൊ നമുക്ക് ആ കണ്ടന്റ് ഡീപ്പായിട്ട് പഠിക്കുന്നതിന് സമയമില്ലാത്തതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി ഏരിയാസ് മനസ്സിലാക്കി അത് കുറച്ച് ഡീപ്പായിട്ട് പഠിക്കുക എന്നുള്ളതാണ് മെയിൻലി പറയാനുള്ളത്. സോ നമ്മുടെ CC-യിൽ ഇപ്പൊ ഒരു 60 days ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 60 ദിവസങ്ങൾ ഒരേ ഒരു ലക്ഷ്യം. കാരണം ഇനി 60 ദിവസങ്ങളേ ഉള്ളൂ അല്ലെ. അപ്പൊ ഈ ദിവസങ്ങളിൽ കുറച്ചൊന്ന് സാക്രിഫൈസ് ചെയ്ത് നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഫുള്ളി നമ്മുടെ സെറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന സെറ്റ് എക്സാം ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ സാധിക്കും. കാരണം അതിന്റെ റിസൾട്ട് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോ കഴിഞ്ഞ തവണ CC-യിൽ തന്നെ ഒരുപാട് റിസൾട്ട് ആണ് സെറ്റിന്. അപ്പൊ അതിന്റെ ഒരു പ്രധാന കാരണം അവരെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് കുറെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് അവർ പഠിച്ചത്. അപ്പൊ അവർക്ക് കിട്ടുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിക്കൂടാ അല്ലെ. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. സെറ്റ് എന്നുള്ളൊരു കാര്യം മാത്രം മനസ്സിൽ സെറ്റ് ചെയ്യുക, എന്നിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. സോ ഈ ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലോട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഒട്ടും വൈകിക്കേണ്ട, എത്രയും പെട്ടെന്ന് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.